ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു പോക്കോ X2 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പിൽ നിങ്ങൾക്ക് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു 10 ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പിൽ വലിയൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ടിപ്സ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് 100% ചാർജ് ചെയ്യാം. 100% ചാർജ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റും കൂടി എക്സ്ട്രാ ചാർജ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 100% ആയി കറക്റ്റ് ടൈമിൽ ബാറ്ററി ചാർജർ റിമൂവ് ചെയ്യാതെ ഒരു 15 മിനിറ്റ് അതുകൊണ്ട് ഓവറായിട്ട് ടൈം യൂസ് ചെയ്യാനല്ല പറയുന്നത്. കറക്റ്റ് ഒരു 15-10 മിനിറ്റ് എക്സ്ട്രാ ആയിട്ട് കൂടുതൽ ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് വല്ല ആപ്പ് അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് 46 അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 46 അപ്ഡേറ്റ്സും ഞാൻ റീസെൻ്റ് ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്പിൻ്റെ അപ്ഡേഷൻ ഉണ്ടെങ്കിലും എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ യൂസ് ചെയ്യാത്തതാണെങ്കിൽ കൂടി നിങ്ങൾ എല്ലാ ആപ്സും അപ്ഡേറ്റ് ചെയ്യാം, മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഈ അപ്ഡേറ്റ്സ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ബാറ്ററിയിൽ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കും ഈ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ എന്ന്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു 2.5 GB എനിക്ക് ലോസ് ആയി. മീൻസ് 2.5 GB വേണ്ടി ഒന്ന് ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ. അപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞ ശേഷം വലിയൊരു ഡിഫറൻസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചത്. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററിയിൽ ഇതിൽ പോയിട്ട് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഏറ്റവും കൂടുതൽ നമ്മുടെ ബാറ്ററിയുടെ വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഓട്ടോ ബ്രൈറ്റ്നസ് നിങ്ങൾ ഒരിക്കലും ഓൺ ചെയ്യരുത്, മനസ്സിലായോ? ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും ഇത് സെൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് കൂട്ടും. അപ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചുള്ള ബ്രൈറ്റ്നസ് നിങ്ങൾ സെറ്റ് ചെയ്യാം, മനസ്സിലായോ? ഇത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ചാർജ് യൂസ് കഴിഞ്ഞ് നിങ്ങൾ ലോക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ ഫോൺ ഉപയോഗം കഴിഞ്ഞ് ലോക്ക് ചെയ്യുക. ആ ലോക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങൾ ക്ലിയർ ആപ്പ് ഒന്ന് അടിച്ചു കൊടുക്കുക, മനസ്സിലായോ? ക്ലിയർ ആപ്പ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ലോക്ക് ചെയ്യുക. എല്ലാ സമയത്തും ക്ലിയർ ആപ്പ് അടിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മളെന്തായാലും റീസെൻറ്റ് ആപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് ഒരു ഫോൺ ഒരു സ്ഥലത്ത് വയ്ക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആപ്പ് കൊടുക്കുക. അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റിയിൽ പോവുക. സെക്യൂരിറ്റിയിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബാറ്ററി സേവർ മോഡ്. ഞാൻ സിമ്പിളായിട്ട് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി സേവർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മേലെ പോയിട്ട് സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും, 5 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാത്ത സമയമാണെന്ന് വിചാരിക്കാം. യൂസ് ചെയ്യാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ബാറ്ററി കൺസ്യൂം ആവില്ല, നിങ്ങളുടെ മൊബൈൽ ഡാറ്റയും സേവ് ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ദ ക്യാഷ് വെൻ ദ ഡിവൈസ് ഇസ് ലോക്ക്ഡ്. ഇത് നമുക്ക് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് തന്നെ ഒരു 5 മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള യൂസ് ചെയ്തതെന്ന് പറയും. ക്യാഷ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾ ഒരു ഫേസ്ബുക്ക് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നെറ്റില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ നെറ്റില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറീസ് അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അത് പഴയ ഡാറ്റാസ് ആയിരിക്കും. ബട്ട് അത് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി പഴയ ഡാറ്റാസ് തന്നെ നമുക്കൊന്നും കൂടി സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആ ഡാറ്റാസിൽ നമ്മൾ ലൈക്കോ കാര്യങ്ങളൊന്നും കമൻറ്റൊന്നും മാറ്റം വന്നിട്ടുണ്ടാവില്ല, ബട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈ ടെമ്പററി സ്റ്റോറേജിനാണ് ക്യാഷ് എന്ന് പറയുന്നത്. നമ്മളിത് ഓട്ടോമാറ്റിക് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പററി സ്റ്റോറേജ് ഇപ്പോൾ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിട്ടോ ഗാലറിയിലായിരിക്കുള്ള പോപ്പപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് മെമ്മറി നിങ്ങൾക്ക് അങ്ങനെ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ബാറ്ററി സേവർ മോഡിലെ ഒപ്റ്റിമൈസേഷൻ ആണ്. ഇത് നിങ്ങൾ ബാറ്ററി സേവർ മോഡിലെ ഒപ്റ്റിമൈസേഷൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ആപ്പുകൾ പിന്നെ എന്താ പറയുക റിസ്ട്രിക്റ്റ് ആയി തുടങ്ങും. ബാറ്ററി സേവർ മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീസ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്ന എല്ലാ ആപ്പുകളും ഫ്രീസ് ആവും. നമുക്ക് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നതിന് വരില്ല. പിന്നെ ഇതൊരു അടുത്ത കാര്യം സിങ്ക്. നമ്മുടെ എല്ലാ ഡാറ്റാസും നമ്മൾ എന്താ പറയുക നെറ്റായിട്ട് സിങ്ക് ആവുന്ന എല്ലാ ഡാറ്റാസും പിന്നെ നമുക്ക് സിങ്ക് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് വരിക.
പുറത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ ബാറ്ററി സേവർ മോഡ് ഓൺ എന്നുണ്ടായിരിക്കും, അത് ജസ്റ്റ് ഓൺ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി നെറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്സസ് നമ്മുടെ മൊബൈലിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിലാണ്. ഈ ഡിസ്പ്ലേയിലാണ് നമുക്ക് 6.7 ഇഞ്ചിൻ്റെ നമ്മുടെ IPS ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ വലിപ്പം എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് നമുക്ക് ബാറ്ററി കൺസപ്ഷൻ വളരെ കൂടും. ഡിസ്പ്ലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററി കൺസപ്ഷൻ വളരെ കൂടും. അതും 120 ഹെർട്സ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ലൈവ് വാൾപേപ്പേഴ്സ് തീരെ ഉപയോഗിക്കാതിരിക്കുക. നോർമലായിട്ടുള്ള വാൾപേപ്പേഴ്സ് ഇത്രയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷനിലുള്ള ഒരു കൺട്രോളാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ, ഈ 3 തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിൽ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. നോട്ടിഫിക്കേഷൻ തുറക്കാം. നമുക്ക് 3 തരത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോക്ക് സ്ക്രീനിലുള്ള നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ബ്ലേഡ്. ഇപ്പോൾ ഈ 3 നോട്ടിഫിക്കേഷനിൽ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഫസ്റ്റ് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലോക്ക് സ്ക്രീൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചില നോട്ടിഫിക്കേഷൻസ് വരും. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ആണെന്ന് വിചാരിക്കാം. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എയർടെലിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ആമസോണിൽ വല്ല സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങളതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളത് ഓഫ് ചെയ്തിടാം. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. പിന്നെ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ആവും. പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കും ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത ആണെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് തുറന്ന് നോക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ. ഈ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ നോട്ടിഫിക്കേഷൻസ് വരില്ലേ, ഇതാണ് ഈ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ വരിക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതെല്ലാം ആപ്പുകളിലെ നോട്ടിഫിക്കേഷൻ അത്യാവശ്യമായിട്ട് വേണം, ആ ആപ്പുകളുടെ മാത്രം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അതുകൊണ്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യം വരിക വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആപ്പുകളിലുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും. അത് മാത്രം നിങ്ങൾ ഓൺ ചെയ്യുക, ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ബ്ലേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആപ്പിൻ്റെ തൊട്ട് മേലെയായിട്ട് ചില വല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നിങ്ങൾ ആപ്പിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു വട്ടത്തിലുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് വല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലൊരു ചെറിയൊരു വട്ടം കാണാൻ സാധിക്കും. അതെന്ന് അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തുറന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എനിക്ക് ഈ കലണ്ടറിന് ആവശ്യമില്ല, പിന്നെ ഇതിന് വേണം, ഡൗൺലോഡ്സിന് വേണം, ഫയൽ മാനേജറിന് ആവശ്യമില്ല, പിന്നെ ഉള്ളത് നമ്മുടെ ഗൂഗിൾ പ്ലേക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിന് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട്സിന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിന് ഒക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അത്രത്തോളം ബാറ്ററിയും കൺസ്യൂം ആവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് അപ്ഡേറ്ററിൽ പോയിട്ട് നിങ്ങൾ സിസ്റ്റം ആപ്പിൻ്റെ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ആപ്പ് അപ്ഡേറ്ററിലാണ്. അതിന് നമ്മൾ സെറ്റിങ്സിൽ പോയതിന് സിസ്റ്റം ആപ്പ് അപ്ഡേറ്ററിൽ പോയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ മൊബൈലിൻ്റെ എല്ലാ ആപ്സുകളും നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ഓഫ് ചെയ്തിടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ലൊക്കേഷൻ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി കൺസ്യൂം ആവും. എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ത്രൂ നമ്മുടെ മൊബൈൽ എപ്പോഴും അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബാറ്ററിയിൽ നല്ല രീതിയിൽ അവർ ബാറ്ററി കൺസ്യൂം ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബാറ്ററി സേവർ ആപ്സുകളുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ബാറ്ററി കൺസപ്ഷൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബാറ്ററിക്ക് ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ബാറ്ററി ഇമ്പ്രൂവ് ആകാനും പോകുന്നില്ല, ബാറ്ററി ഇത്തിരി കൂടി കുറയാനാണ് പോകുന്നത്. സോ നിങ്ങൾ അതൊരു കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഈ 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ബാറ്ററിയിൽ നല്ല ഡിഫറൻസ് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വല്ല വ്യത്യാസം വരാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം.